20 വർഷത്തിലധികമായി നയൻതാര തെന്നിന്ത്യൻ സിനിമയിൽ തുടരുന്നു. തമിഴകത്തെ 1ഉം 2ഉം സ്ഥാനത്ത് നയൻതാരയും തൃഷയുമാണ്. ഒരു കാലത്ത് തൃഷ തെലുങ്കിൽ തിളങ്ങി നിന്നിരുന്നു. എന്നാൽ പിന്നീട് തൃഷ തമിഴിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതോടെ തമിഴിൽ നയൻതാരയ്ക്ക് മാർക്കറ്റ് ഇടിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നയൻതാരയുടെ കരിയർ ഗ്രാഫിലുണ്ടായ വീഴ്ച ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ജവാൻ എന്ന സിനിമയൊഴിച്ച് ഒരു ഹിറ്റും നടിക്കില്ല. പക്ഷേ അവസരങ്ങൾക്ക് കുറവുമില്ല. തമിഴിൽ നയൻതാര ആയിരുന്നു സൂപ്പർ സ്റ്റാർ സിനിമകളിലെ ആദ്യ ചോയ്സ്. എന്നാൽ ഇപ്പോഴത് തൃഷയാണ്. പൊന്നിയിൻ സെൽവന് ശേഷം ലിയോയിൽ വിജയുടെ നായിക, 2 സിനിമകളിൽ അജിത്തിന്റെ നായിക, ഇപ്പോൾ റിലീസാക്കാനുള്ള കമൽഹാസന്റെ സിനിമയിലും തൃഷയാണ് നായിക. വരാനിരിക്കുന്ന സൂര്യ ചിത്രത്തിലും തൃഷ തന്നെയാണ് നായിക. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലേക്ക് ഇപ്പോൾ നയൻതാരയെ പരിഗണിക്കുന്നില്ല. എന്നാൽ മലയാളത്തിലും തെലുങ്കിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ നയൻതാരയാണ് നായിക. തെലുങ്കിൽ ചിരഞ്ജീവി ചിത്രത്തിലും നയൻ തന്നെയാണ് നായിക. എന്നാൽ പ്രതിഫല കാര്യത്തിൽ നയൻതാരയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നയൻതാരയും ചിരഞ്ജീവിയും ഒന്നിച്ച് അഭിനയിക്കുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 18 കോടിയാണ് നയൻതാര പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ നിർമ്മാതാക്കൾക്ക് സമ്മതമല്ല. തെന്നിന്ത്യയിൽ ഒരു നടിക്കും ഇത്രയും പ്രതിഫലമില്ല. ഈ ഡീൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 6 കോടി രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചത്. മുൻപത്തെ താരമൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 10 കോടിക്ക് മുകളിൽ ചിരഞ്ജീവി ചിത്രത്തിൽ നയൻതാരയ്ക്ക് പ്രതിഫലമായി ലഭിച്ചാലേ.